ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോപാലൻ മഞ്ജുവിനെ കാണാൻ കേട്ടോ. മഞ്ജുവിനെ കാണുമ്പോൾ ഗോപാലൻ ഒരു പരിഹാസമാണ് കേട്ടോ. ഗോപാലൻ മഞ്ജുവിൻ്റെ അരികത്തോട്ട് വന്നിട്ട് മഞ്ജുവിനോട് പറയാണ്, അതെ ഇനി നീ ഒരു കോൺസ്റ്റബിളെങ്കിലും ആയിരുന്നു, ഇനി അതും ഇല്ലല്ലോ, നിന്നെ കൊണ്ട് ആ ശല്യവും ഇല്ലല്ലോ, നിന്റെ അനിയത്തി ഒരു ഡോക്ടറാണെന്ന് കരുതി അവളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നിയമങ്ങൾ ഉള്ള ആളുകൾക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഒരു കോൺസ്റ്റബിളിൻ്റെതായ ഒരു വിലയെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ നീ അത് കളഞ്ഞു മുടിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഞങ്ങളുടെ വഴി നീ ഒരു തടസ്സമായിരുന്നു, അതങ്ങ് തീർന്നു. ഇനി എന്തായാലും നിന്റെ അച്ഛൻ്റെ മരണവും അതുപോലെ തന്നെ ഈ പറയുന്ന പറയുന്ന പീതാംബരൻ്റെ മരണവും നിനക്കിനി തെളിയിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു വളരെ സങ്കടത്തോടു കൂടി നിൽക്കണം കേട്ടോ. എന്നിട്ട് പറയാണ്, എന്തായാലും നീ ഇനി ഈ നാട്ടിൽ നിന്നോ, ഞങ്ങൾക്ക് ശല്യമായിട്ട് നീ ഉണ്ടാവാഞ്ഞാൽ മതി, അത്രയും ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ഞങ്ങൾക്ക് ശല്യമായി നീ ഉണ്ടായാലേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. അതുകൊണ്ടേ നീ നിന്റെ വഴിക്ക് ജീവിച്ചോ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് ജീവിച്ചോ. ഇനി കമ്മീഷണർ പുതുതായി ചാർജ് എടുക്കുന്നുണ്ട്. കമ്മീഷണറും ഈ പറയുന്നത് പോലെ തന്നെ എൻ്റെ കീഴിൽ തന്നെയാണ് അവരും നിൽക്കത്തുള്ളൂ. അവിടെ അന്ന് ഇയാൾ വന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? അതായത് എൻ്റെ സുഹൃത്ത് നിൻ്റെ മുന്നിൽ വന്നിട്ട് എന്താ പറഞ്ഞത്, നീ ഈ ഒരു കോൺസ്റ്റബിളായ ഒരു പോലീസുകാരെ അറിഞ്ഞിരിക്കേണ്ടത് നാട്ടിലെ പ്രമാണിമാളെ കണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണം എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഈ നാട്ടിലെ നിയമങ്ങളെല്ലാം ഇനി എനിക്കൊപ്പമാണ്, ഈ ഗോപാലനൊപ്പം. ഗോപാലനെ തകർക്കാൻ വേണ്ടി പലവരും പലതും നോക്കി. നീയും നിന്റെ ഭർത്താവ് ഗിരിയും അയാളും തമ്മിൽ പിരിഞ്ഞതുകൊണ്ട് തന്നെ ഇനി നിന്റെ കാര്യത്തിൽ ഇടപെടാൻ അവൻ വരില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മകനും ഇനി ഈ ഒരു രാജ്യത്ത്, അതായത് ഈ ഒരു സ്ഥലം ഞങ്ങളുടെ സാമ്രാജ്യമാണ്, പലതും വെട്ടിച്ചും തട്ടിച്ചും ജീവിക്കും. അതിന് തടയിടാൻ ആരാണ് വരുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ പരിഹാസത്തോടു കൂടി സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതെല്ലാം പുച്ഛത്തോടു കൂടി മഞ്ജു കേട്ടിട്ട് പറയാണ്, അതെ ആയിക്കോട്ടെ, നിങ്ങളുടെ പണം നിങ്ങൾക്കൊപ്പം നിയമം നിൽക്കുന്നതായിക്കോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ വരുന്നത് കമ്മീഷണറാണ്, ആ കമ്മീഷണറെ സ്വീകരിക്കാനേ നീ എത്തില്ലേ? ഞങ്ങളെല്ലാവരും ഒരു വമ്പൻ സ്വീകരണം കൊടുക്കാന്നാ കരുതിയിട്ടുള്ളത്. കാരണം പീതാംബരന്റെ മരണം അത് എന്തായാലും ഇനി ഇപ്പോൾ ക്ലോസ് ചെയ്യാനുള്ള ഒരു ഏർപ്പാടൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രതിയൊന്നും കിട്ടാൻ പോകുന്നില്ല, പ്രതിയെ കിട്ടൂലല്ലോ. അതിനുള്ള പരിപാടികളൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പീതാംബരന്റെ മരണം, മാധവന്റെ മരണം, ശങ്കരന്റെ മരണം, ഇതൊന്നും ഇനി ആർക്കും തന്നെ കുഴി തോണ്ടാൻ പറ്റത്തില്ല. കാരണം കുഴി തോണ്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും പറയുന്നു കേട്ടോ. അങ്ങനെ വളരെ പുച്ഛത്തോടു കൂടി ഈ സംസാരം കേൾക്കുമ്പോൾ തനിക്ക് 4 കൊടുക്കണം എന്നുണ്ട് മഞ്ജുവിന്. പക്ഷേ എന്ത് ആയിക്കോട്ടെ എന്നും പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പോകുന്നു കേട്ടോ. പിന്നീട് കമ്മീഷണറെ ഇവിടെ ഐശ്വര്യയെ ചെന്ന് കാണുകയാണ്. ഐശ്വര്യയോട് ചെന്നിട്ട് പറയാണ്, അല്ല ഐശ്വര്യ മാഡം, ഇനിയിപ്പോൾ എന്താണ് കാര്യങ്ങൾ? മഞ്ജു, നീ ഒന്നും തന്നെ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ? ഇല്ല, വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്ര നാളും എവിടെയായിരുന്നു എന്ന് ആരും ചോദിച്ചില്ലേ? ഉണ്ട്, മഹിമ എന്നോട് ചോദിച്ചു. ഇത്രയും നാളെ എന്തായിരുന്നു ചേച്ചിയുടെ എന്തൊക്കെയോ ഭാവി ആക്കണമെന്നൊക്കെ ചേച്ചി തീരുമാനിച്ചിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ ചേച്ചി പോയത്, പിന്നെ ചേച്ചി എന്താ കാണിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അതിനൊരു മറുപടി കൊടുത്തില്ല മാഡം. അത് വേണ്ട, നീ എന്തായാലും മറുപടി കൊടുക്കണ്ട, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഇനിയിപ്പോൾ നിനക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ഒരു പഴയ മഞ്ജു, അതായത് ഒരു വീട്ടമ്മയായ ഒരു സാധാരണക്കാരിയായ മഞ്ജുവിനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നൽ എല്ലാവരിലും ഇരിക്കുന്നത് നല്ലത് തന്നെയാണ് മഞ്ജു എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ സോറി കേട്ടോ, ഇതുവരെ പറഞ്ഞത് കമ്മീഷണർ എന്നാണ്. റീമേക്കിൽ ശരിക്കും DSP ആയിട്ടാണ്, ASP ആയിട്ടാണ് കേട്ടോ മഞ്ജു ചാർജ് എടുക്കാൻ പോകുന്നത്. അപ്പം മഞ്ജു പോലീസുകാരുടെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലുള്ള ആ ഒരു പോസ്റ്റ് തന്നെയാണ് മഞ്ജുവിന് നേടിക്കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അവരെ സ്വാഗതം ചെയ്യാൻ നീ എത്തത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ എത്തുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ മുകുന്ദന്റെ വീട്ടിൽ ചെല്ലാണ് മഞ്ജു. അപ്പോൾ മുകുന്ദന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇന്ന് ഞാൻ ആ ഗോപാലിനെയും സഞ്ജയെയും കണ്ടിരുന്നു എന്ന് പറയാനിട്ട് അത് കേൾക്കുന്ന മഹിമ, ഞാനും കണ്ടിരുന്നു, അവരൊക്കെ ആ വിപിമോനും അതുപോലെ തന്നെ ആ ഇവനെ അഭിയൊക്കെ ഇല്ലേ, അവനൊക്കെ ഒരുമാതിരി ആളെ കോരുന്ന സംസാരമാണ് സംസാരിക്കുന്നത്. നിന്റെ ചേച്ചി പേടിത്തൊണ്ടിയായി ഈ നാട്ടിൽ നിന്നും നാട് വിട്ടതിൽ ഇപ്പം എന്താ ഉണ്ടായത്?
ഒരു കോൺസ്റ്റബിൾ എന്ന പദവിയിൽ ഇരിക്കുകയാണെങ്കിലും കുറച്ചെങ്കിലൊക്കെ ആളുകൾക്ക് നിന്നെ തൊടാൻ പേടിയുണ്ടായിരുന്നു. എന്നാൽ ഇനി നിന്റെ ചേച്ചിയെയും നിന്റെ കുടുംബത്തെയും തൊടാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. പിന്നീട് ഗിരിയേട്ടൻ ആകെ അടങ്ങി ഒതുങ്ങി പോയിരിക്കുന്നു. ഗിരിയേട്ടന്റെ ആരും അല്ലാതെ ആയി പോയല്ലോ മഞ്ജു. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഗോപാലന്റെ ഭരണമാണ്. ഗോപാലന്റെ കീഴിലാത്രേ ഇവിടുത്തെ പുതിയ പോസ്റ്റിലിരിക്കുന്ന ആള് വരുന്നത്. അവർ ഒരു ASP ആയിട്ടാണ് ഇത്ര ചാർജ് എടുക്കുന്നത്. അത് ഗോപാലന്റെ സുഹൃത്താണെന്നോ സുഹൃത്തിന്റെ മകളാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മഹിമ മുകുന്ദനോട് പറയാം. അപ്പൊ മുകുന്ദൻ പറയാണ്, ശരിയാണ്, ഞാനിന്ന് ഗോപാലനെ വെളിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പൊ ഗോപാലൻ പറഞ്ഞു, ഇനി ഞങ്ങളുടെ ഭരണമാണ്, എന്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു മോഹമാണ് മന്ത്രിയാവുക എന്നുള്ളത്. അതെന്തായാലും ചെയ്യാൻ ഇനി വഴിതടസ്സമായി ആകെ ഒരു മഞ്ജു ആണ് ഉണ്ടായിരുന്നത്. നിയമം അത് എത്രയായാലും കയ്യിലുള്ളത് നല്ലത് തന്നെയല്ല. അപ്പൊ മഞ്ജു അത് ഇനി തടയാനില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാത്തിനും അടിപൊളിയായി തന്നെ കാര്യങ്ങൾ നീക്കാമെന്ന് പറയാനിട്ടോ. അപ്പൊ ഈ സമയം മഞ്ജു ആണെങ്കിലോ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുക. അപ്പൊ ഗൗരിയമ്മ പറയാണ്, എന്തിനാണ് മക്കളെ കഴിഞ്ഞതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച് മഞ്ജുവിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? അവൾ ആ പോസ്റ്റ് രാജിവെച്ചു. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ലല്ലോ. അപ്പൊ ഉടൻ തന്നെ മഞ്ജുവിനോട് ചോദിക്കുകയാണ്, അല്ല ഇനിയിപ്പോ സ്വീകരണത്തിന് ഇപ്പൊ എല്ലാവരും വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ മഞ്ജു പറയാ, എന്നെയും വിളിച്ചിട്ടുണ്ട്, അരവിന്ദാക്ഷൻ സാർ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ എല്ലാവർക്കും കൂടി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ഓക്കെ ശരി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്നുള്ള ആ ഒരു തീരുമാനം തന്നെ ഇവരെടുക്കാണ്. ഈ പറയുന്നത് പോലെ ഗിരിയെയും ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലോട്ട് വിളിക്കുകയാണ്. അപ്പൊ ഗിരിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി ഈ ഉദ്ഘാടന ചടങ്ങിൽ വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞ സഞ്ജയും ഗോപാലൻ, സ്വപ്ന ഇവർക്കൊക്കെ സന്തോഷം, അബിയും ബിബിമോൻ ഇവർക്കൊക്കെ സന്തോഷം. പക്ഷെ ഇവർക്കിടയിൽ ഒരു സന്തോഷമില്ല കേട്ടോ. കാരണം വരാൻ പോകുന്നത് ആര്? അത് ഗോപാലന്റെ കീഴിലുള്ളവരാണെങ്കിൽ തീർച്ചയായും തനിക്ക് തിരിച്ചടി കിട്ടും. ഈ പറയുന്ന DSP അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ASP ആയി ചാർജ് എടുക്കാൻ പോകുന്നത് ആരാണെന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് ആ നെഞ്ചിടിപ്പോട് കൂടി ഇരിക്കുക. അപ്പൊ അരവിന്ദാക്ഷൻ സാർ പറയുന്നുണ്ട്, മഞ്ജു ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം മഞ്ജു എത്തിക്കോളും എന്നിങ്ങനെ മഹിമ പറയാണ്. ചേച്ചിക്ക് എന്താ അമ്പലത്തിൽ പോണെന്നോ എന്തൊക്കെ ചേച്ചി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വരാൻ നിങ്ങൾ പോയിക്കോളൂ എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഞാനിങ്ങോട്ടേക്ക് പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ എല്ലാവരും പ്രതീക്ഷയോടുകൂടി ആ ഒരാളെ വരവേൽക്കാൻ നിൽക്കുമ്പോ തന്റെ മുന്നിലോട്ട് കടന്നു വരുന്ന ആളെ കണ്ട് ഗോപാലൻ ആ സമയം ബോധം കെട്ട് വീണു കേട്ടോ. കാണുന്നത് മഞ്ജു, ASP ആയി ചാർജ് എടുക്കുന്ന മഞ്ജു. ഈശ്വര, വെറും കോൺസ്റ്റബിൾ ആയ മഞ്ജു ഇനി ASP പോസ്റ്റിലോട്ടോ എന്ന് തല വെക്കുന്നത്, ഇങ്ങനെ കൈ തലയിൽ വെച്ചിട്ട് തലക്കടിക്കുന്ന ആ ഒരു രംഗമാണ് ഇനി സഞ്ജയുടെ. എന്നാൽ തന്നെ പുച്ഛിച്ച് തള്ളിയ ആ ആളുണ്ടല്ലോ, DSP, അതായത് ഗോപാലന്റെ സുഹൃത്ത്, അയാൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ആ പോലീസ് ഏമാൻ, അയാൾ ആകെ പേടിയോടുകൂടി നിൽക്കണം കേട്ടോ. തന്നെയൊക്കെ മുകളിലുള്ള പോസ്റ്റിലോട്ട് ഇവളോ എന്നുള്ളത്, അതും കോൺസ്റ്റബിൾ മഞ്ജു എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ കോൺസ്റ്റബിൾ മഞ്ജുവിന് എല്ലാവരും സല്യൂട്ട് അടിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അരവിന്ദാക്ഷനും ബിജുക്കുട്ടനൊക്കെ അഭിമാനത്തോടു കൂടി, എന്ന അനിതയും അതുപോലെ തന്നെ മറ്റൊരുത്തനും ഉണ്ടല്ലോ, അയാളും ഗോപാലന്റെ അയാളും സല്യൂട്ട് അടിക്കുമ്പോൾ കൈകാലുകൾ വിറക്കുന്നു. അത് കാണുന്ന മഞ്ജു ചോദിക്കുക, എന്താടോ തനിക്ക് നേരാവണ്ണം എനിക്ക് സല്യൂട്ട് അടിക്കാൻ തനിക്ക് അറിയില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ ഐശ്വര്യ അടിപൊളി കിടുക്കൻ തകർത്തു എന്ന് ഐശ്വര്യ പറയണിട്ടോ. അങ്ങനെ ഈ സമയം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ താൻ എന്താണ് അവിടെ മറുപടി പറയേണ്ടതെന്ന് അറിയാതെ ഗോപാലൻ ഇങ്ങനെ നിൽക്കട്ടോ. അപ്പോഴേക്കും മഹിമ കൊടുക്കേണ്ട സമയത്ത് ഉടനെ കൊടുത്തു. എന്താ താനാണല്ലോ ഇനി നാട് ഭരിക്കുന്നത്, താനാണ് ഇനി മന്ത്രിയാവാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വെറും കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ് തള്ളിയ എന്റെ ചേച്ചി ഇത്രയും കാലം ഈ നാട്ടിൽ നിന്ന് പോയത് തന്നെ കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഡോക്ടർ അച്ഛ, ഒരു ഭാഗത്ത് ASP, ഒരു ഭാഗത്ത് മജിസ്ട്രേറ്റ്, എന്തൊക്കെയാണ് അച്ഛ ഈ കാണുന്നു? ഒന്നും മിണ്ടാതിരിക്കട്ടെ, മനുഷ്യൻ ആകെ കിളി പോയി നിൽക്കുന്ന സമയത്താണ് ഇനി ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ സ്വപ്ന പറയാണ്, സഞ്ജോട്ടൻ പറയുന്നതിൽ എന്താ തെറ്റ്? അച്ഛൻ ഇത് കണ്ടില്ലേ? അച്ഛൻ ഇത് അറിഞ്ഞില്ലേ? ഇവളാണ് ഈ പോസ്റ്റിലോട്ട് വരുന്നതെന്നോ അച്ഛൻ അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് ഈ ഉദ്ഘാടന ചടങ്ങിന് വരാതിരുന്നാ മതിയായിരുന്നു. അപ്പോഴേക്കും ഐശ്വര്യ ചോദിക്കാം, എന്താ അവിടെ ഒരു മുറുമുറുപ്പ്, എന്താ മുറുമുറുപ്പ് കാണുന്നത് എന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് കേട്ടോ.
ഒരു ചോദ്യത്തിന് മുന്നിൽ ഇവരൊക്കെ മിണ്ടാതാവാണ്. ഗിരിയാണെങ്കിൽ കണ്ണ് നിറച്ച് ഇങ്ങനെ ഗിരി തൻ്റെ ഭാര്യയെ കാണാണ്. ഈശ്വര, എന്തൊരു വലിയ ഉയർന്ന സ്ഥാനത്തോട്ടാണ് എൻ്റെ മഞ്ജു പോയത്. ഇത്രയും കാലം അവൾ എന്നിൽ നിന്ന് അകന്നെങ്കിലും കോൺസ്റ്റബിൾ മഞ്ജു ആട്ടും തുപ്പും കേട്ട് കോൺസ്റ്റബിൾ മഞ്ജു നിന്നിരുന്നിടത്ത് ഇന്നൊരു ASP ആയി ചാർജ് എടുക്കുമ്പോൾ തനിക്ക് അഭിമാനം പറയാനില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.